ചിലവർ ആരോപണത്തിനെ ഒഴിവാക്കുന്നവരെ പിന്നെ തുടരും, ചിലവർ രാജിവെക്കും. അത് ആ വ്യക്തിയുടെ മനസാക്ഷി പോലെ തന്നെ ആയിരിക്കും. വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയാണ്. പക്ഷേ പലപ്പോഴും അങ്ങയുടെ സ്റ്റേറ്റ്മെന്റും ആർട്ടിക്കിളും ഒക്കെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന പല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ച് നെഹ്റു ഫാമിലി വിമർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ല, ഇപ്പം ഞാൻ എല്ലാവരും നമ്മുടെ സമൂഹത്തിൽ ഞാൻ വിമർശിച്ചു. എൻ്റെ ആർട്ടിക്കിൾ ആരും വായിച്ചിട്ടില്ല, അതാ പ്രശ്നം. ഞാൻ ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത് എന്താണ്, നമ്മുടെ സമൂഹത്തിൽ സ്വഭാവം ഇതാണ്. ഒരു പിന്നെ പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കുടുംബത്തിനകത്ത് ആ പ്രൊഫഷൻ തന്നെ നേരിട്ട് പോകുന്നു. ഒരു ആക്ടറിൻ്റെ മകൻ ആക്ടറാവുന്നു, ക്രിക്കറ്ററിൻ്റെ മകൻ ക്രിക്കറ്ററാവുന്നു, ഡെൻറ്റിസ്റ്റിൻ്റെ മകൻ ഡെൻറ്റിസ്റ്റ് ആവുന്നു. അതുപോലെ രാഷ്ട്രീയക്കാരുടെ മക്കളും രാഷ്ട്രീയക്കാരാവുന്നു. പക്ഷെ അത് ജനാധിപത്യത്തിൽ നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത് നന്നല്ല. കാരണം ജനാധിപത്യത്തിൽ നമുക്ക് ജനങ്ങളുടെ പ്രതിനിധിത്വം കൊടുക്കാൻ ഒരു കുടുംബത്തിന് അവസാനത്തിൽ അവർക്ക് അവകാശത്തിൽ തന്നെ ഇരുന്നാൽ അവർക്കൊരു ദൂരം വരും ജനങ്ങളുടെ. ആ ദൂരം വന്നിട്ടില്ലെങ്കിൽ അവർ വീണ്ടും ജയിക്കും. പക്ഷെ അല്ലെങ്കിൽ തോൽവിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ദൂരം ജനങ്ങളിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ നടക്കാനും ജനങ്ങളോടൊപ്പം അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവരുടെ ആശങ്കയും മനസ്സിലാക്കി സംസാരിക്കാൻ സാധിക്കുന്ന നേതാക്കളെ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ജനാധിപത്യത്തിന് ഗുണം ചെയ്യുന്നു പറഞ്ഞതാണ്. അതിനെ ഒരു കുടുംബത്തെക്കുറിച്ച് മാത്രമാക്കിയത് അന്യായമാണ്. കാരണം ഒരു കുടുംബത്തെക്കുറിച്ച് മാത്രമല്ല എഴുതിയിരിക്കണം. ആ പേരുകൾ മാത്രം നോക്കിയാൽ തന്നെ 10-20 കുടുംബത്തിന് പേര് വെച്ചിട്ടുണ്ട്. ഞാൻ ഠാക്കറെ ബോംബെ മുതൽ യാദവ് UP വരെ എല്ലാവരും പേര് വെച്ചിട്ടുണ്ട്. അല്ല, രാഹുൽ ഗാന്ധിയാണ് എന്താ പറഞ്ഞത്? രാഹുൽ ഗാന്ധിയുടെ പ്രസിദ്ധപ്പെട്ട പ്രസംഗമുണ്ട് ബർക്ക്ലിയിൽ 2017. ഈ ഡൈനസ്റ്റി സിസ്റ്റം മോശമാണ് നമ്മുടെ ജനാധിപത്യത്തിൽ. അപ്പോൾ അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിച്ച കാര്യം ഞാനെന്തിനും തർക്കിക്കണം. നോക്കൂ, ഞാൻ എൻ്റെ അഭിപ്രായം ചോദിച്ചു, മറുപടി പറഞ്ഞു. ഇനി അതിന് വിടുക. ഇനി ഗുരുതരമായ പരാതി വന്നിരിക്കുന്നു, ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി FIR വന്നിരിക്കുന്നു. ഇനി അയാൾക്ക് MLA സ്ഥാനത്ത് തുടരാനുള്ള ഒരു യോഗ്യത ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? രാജിവെക്കേണ്ടതല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ. ഇതിൽ പോലീസ് അന്വേഷണം നടക്കട്ടെ. അവർ അനൗൺസ് ചെയ്ത് കഴിഞ്ഞല്ലോ, അവരതിന് ചെയ്യുന്നുണ്ട്. FIR ഒക്കെ അവർ ഇറക്കിയിട്ടുണ്ട്. നിയമപ്രകാരവും ന്യായപ്രകാരവും ഒരു പരിഹാരം വരട്ടെ. അതുവരെ ഞാൻ വേറെ ഒരു കോമന്റിന് പറയുന്നില്ല. ഞാനിപ്പോൾ ഇറങ്ങുന്നില്ല ഈ കാര്യത്തിൽ. ഒരു കോമന്റിനും ആവശ്യമില്ല. കാരണം പോലീസിന്റെ ചുമതലയാണ്, പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അവർ ജോലി ചെയ്യട്ടെ. ഓഡിയോ രാഹുൽ നിഷേധിക്കുന്നില്ല, ധാർമ്മികതയുടെ പ്രശ്നമില്ല രാജിവെക്കേണ്ടത്. അല്ല, നോക്കൂ, ചിലപ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഒരു ആരോപണം വന്നാൽ ചിലവർ ആരോപണത്തിനെ ഒഴിവാക്കുന്നവരെ പിന്നെ തുടരും, ചിലവർ രാജിവെക്കും. അത് ആ വ്യക്തിയുടെ മനസാക്ഷി പോലെ തന്നെ ആയിരിക്കും. ഇനി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. കാരണം എനിക്ക് ഈ രാഷ്ട്രീയ വിവാദത്തിൽ കിടക്കാൻ ഒരു ആഗ്രഹവുമില്ല. എനിക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു പാർട്ടിയുടെ അകത്ത് ഞാനൊരു സ്റ്റാൻഡൊന്നും എടുക്കുന്നില്ല. പാർട്ടി സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. അതോടെ ഞാനും ആ സബ്ജക്റ്റ് ഞാൻ ഒരു രാഷ്ട്രീയ ജോലി ചെയ്യാൻ എനിക്ക് ഒരു താല്പര്യം കുറവില്ല. ഞാനൊരു MP അല്ലേ, ആ ജോലി ചെയ്യണം. രാഷ്ട്രീയത്തിൽ തുടരാനല്ലേ ഞാൻ ഇരിക്കുന്നത്, അല്ലേ ഞാൻ വന്നിരിക്കുന്നത്. കാണാം. താങ്ക്സ്.